LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും. കഴുകണം, അല്ലെങ്കിൽ ശരിയാകൂല. അയ്യോ പോണ്ടോ വരുന്നടാ. ആ അങ്ങോട്ടാ അങ്ങോട്ട്. ആ അളിയൻ പറഞ്ഞില്ലേ? അളിയൻ പറയെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് ചോദിക്കും എങ്ങോട്ടാന്ന്. അളിയൻ പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പൊ ഞാനും പറയണില്ല. എടാ എവിടെയാന്ന് വെച്ചാ പറഞ്ഞിട്ട് പോടാ. ചേച്ചി പോയേച്ചി എവിടെ പോയിച്ച് എങ്ങനെയുണ്ട് സ്റ്റൈലല്ലേ? പിന്നെ പണ്ടേ സ്റ്റൈലല്ലേ. എങ്ങോട്ടാ? ഒരു സ്ഥലം വരെ. അതെവിടെയാന്നാ ചോദിച്ചത്. എനിക്കറിയത്തില്ല, പക്ഷെ അളിയനറിയാം. എന്നാലും ഒന്ന് പറ. പറഞ്ഞോളിയാ. പോയിട്ട് വന്നിട്ട് പറയാം. അതെ, പോയിട്ട് വന്നിട്ട് പറയാം. ആളെ പോ. യെസ്. അളിയന്റെ കൂടെ പോകുന്നതൊക്കെ കൊള്ളാം, വല്ല കുഴിയിൽ പോയി ചാടാതിരുന്നാ മതി. ഇതിലും വലിയ ഏത് വാരിക്കുഴി അളിയൻ ചെന്ന് ചാടാനാണ്? നിന്റെ തമാശ എന്താടാ? എന്തല്ലേ ഒരു വാക്ക് കെട്ട ഷർട്ട്. ഇത് കേട്ടോ, ഒരു വാക്ക് കെട്ട ഒരു സുഖമില്ലേ ഷർട്ടിന് കേട്ടോ. പോരടാ. പോരാ. അല്ല, ലിച്ചൂസ് പറഞ്ഞല്ലോ ഷർട്ട് സൂപ്പറാണ്, ലുക്കാണ്, ചേച്ചി സൂപ്പറാണെന്ന് പറഞ്ഞാ അപ്പളെ ഉദ്ദേശിക്കേണ്ടത് കൂറ സാധനമാണെന്ന്. കൂറയാടാ? പിന്നല്ലാതെ. എന്റെ പൊന്നു സീത, അവര് ചുമ്മാ ഓരോന്നൊക്കെ പറയുന്നത്. നല്ല ഷർട്ടാടി പൊളി ഷർട്ട് ഞാനല്ലേ മേടിച്ചു തന്നെ. അങ്ങനെ വരട്ടെ, ചേച്ചി മേടിച്ചെടുത്ത ഷർട്ടാടാ. ഇത് കൊണ്ടുപോയി കത്തിച്ച് കളയോ എല്ലാം ചെയ്യൂ ദേവി. ഇത് ഇടല്ലേ എന്റെ പൊന്നളിയെ, ചേരണല്ലോ ഒട്ടും. എന്റെ സീത വെറുതെ പറയുന്നത് നന്നായിട്ട് ചേരുന്നുണ്ട്. അല്ല, അളിയൻ ഓക്കെ അല്ല? അളിയന് ഷർട്ട് വർക്കല്ല? പൊന്നളിയെ എനിക്കെന്നല്ല, ഈ ലോകത്തുള്ള ആർക്കും ഇത് വർക്കാവാൻ പോണില്ല. അങ്ങനെയാണെങ്കിൽ ലിച്ചൂസേ ഷർട്ട് ചേഞ്ച് ചെയ്യാം. അളിയന്റെ കൂടെ പോകുമ്പോ അളിയന് ഇഷ്ടപ്പെടുന്ന ഷർട്ട്, ലച്ചൂസിന്റെ കൂടെ വരുമ്പോ ലച്ചൂസിന് ഇഷ്ടപ്പെട്ട ഷർട്ട്. ഞാൻ പോയി ഷർട്ട് മാറ്റിയേക്കാം. അല്ല, ഇവിടെ വരെ പോവാനല്ലേ ഈ ഷർട്ട് ഇട്ടിട്ട് പോയാ പോരെ? അല്ലെ ഷർട്ട് മാറല്ലേ? 2 മിനിറ്റ്. ഓക്കെ അല്ലെ. പിന്നെ ഈ നമ്മുടെ ഈ കയ്യേ ഇത്രയും ഫുള്ളുള്ള കൈയുള്ള ഷർട്ട് ഹാഫ് മതിയോ? മതി. ഓക്കെ. നല്ല ഒന്നാം തരം ഷർട്ടായത്. വെറുതെ കുത്തിത്തിരിപ്പിട്ടാക്കാൻ വേണ്ടി ഓരോന്നൊക്കെ പറയും. കുത്തിത്തിരിപ്പുണ്ടാക്കാനാ ചേച്ചി? ഒന്നുമില്ലെങ്കിലും നല്ലൊരു അളിയനെ കിട്ടിയതല്ലേ. അപ്പൊ അളിയനെ നല്ല മെനക്കൊക്കെ കൊണ്ട് നടക്കണ്ടേ? ഒരുമാതിരി ചുമ്മാ ഞഞ്ഞാവിഞ്ഞ ഓരോ ഷർട്ട് മേടിച്ചു കൊടുക്കും. ചേട്ടാ എവിടെ പോവാ? എന്താ ആൾക്ക് വന്ന് എവിടെ പോവാൻ ചോദിക്കും. നേരെ സ്ഥലം വരെ പോണ്. എന്നാ പിന്നെ ഞാനും വരട്ടെ? ഓ, ആവശ്യമൊന്നുമില്ല. ഇത് ഓക്കെ അല്ലേ? ഈ പൊട്ട ഷർട്ട് ഇടാനാണോ പോയത്? എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അളിയാ നീ പറ, ഇതെങ്ങനെ? അല്ല, ക്ലാസിക് സാധനം. ഹെയർ സ്റ്റൈൽ ഓക്കെ. ബൈക്കിലെല്ലാം പോണം, അവിടെ ചെല്ലുമ്പോ സെറ്റ് ആവും. ഓക്കെ, അപ്പൊ ഇറങ്ങാം. ഇറങ്ങാം. നല്ല ഷർട്ടളിയാ. കണ്ടാ നല്ല ഷർട്ടല്ലേ? ഓ അളിയാ, അളിയ വണ്ടി അളിയ. അളിയ നീ ഇടറാ. അളിയ ഇടളിയ അങ്ങോട്ട്. അളിയ എടുക്കണ അളിയ. ആരെങ്കിലും ഒന്നും എടുത്തോണ്ട് പോടേ. നേരായി ആടാ. ചേച്ചി, അവരൊന്ന് പോക്ക് കണ്ടില്ലേ? ഒരമ്മ വെച്ച അളിയന്മാരെന്നേ പറയും. ഒരമ്മ പറ്റ അളിയന്മാരാ? ചേച്ചി, ചേച്ചി അടുത്ത് എവിടാ പോന്നെന്ന് പറഞ്ഞില്ലല്ലേ? അതിപ്പോ നീ ചോദിച്ചിട്ടും പറഞ്ഞില്ലല്ലോ. ചേച്ചി അടുത്ത് പറഞ്ഞില്ലല്ലോ. പോസ്റ്റാണല്ലോ. വിളിച്ചതിനെ ഫോൺ എടുക്കൂലല്ലോ, അങ്ങനെ ഒരു ഉപകാരമുണ്ട്. വിളിക്കണം, എന്തു പറയും? ഹലോ, എടി ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പൊ ഇറങ്ങും ഇവിടെ നിന്ന്. ഇല്ല, സിദ്ധു വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാതാ. അല്ല, അവരിവിടെ ഓൾമോസ്റ്റ് എത്തിന്നാ പറഞ്ഞേ. 10 മിനിറ്റ്. പോസ്റ്റില്ല, പെട്ടെന്ന് വരാം. നീ എവിടാ? ഞാൻ പുറത്തുണ്ട്. ഉച്ചക്ക് സിദ്ധു കഴിക്കാൻ കാണുമോ? ഉച്ചക്ക് സിദ്ധു കഴിക്കാൻ കാണുമോന്ന്? ചാൻസ് കുറവാ, ഞങ്ങളെ പുറത്തു പോവാ. എവിടെ പോവാ? ലയയുടെ വീട്ടില്. നീ തനിയെ പോറിയാ? അതല്ലേ പറഞ്ഞ സിദ്ധു തന്നെ ഞങ്ങൾ ഒരുമിച്ച് പോകുന്നു.
അതിന് സിദ്ധോളെ വന്നില്ലല്ലോ. സിദ്ധോളെ ഇപ്പൊ എത്തും. ചേച്ചി ഈ ലയ ആരാ? കൂടെ കോളേജിൽ പഠിച്ചതാ. ഞാനും കൂടെ വരട്ടെ? എന്തിന്? ചേച്ചി പോയിട്ട് പെട്ടെന്ന് വരാം. സിദ്ധു ഇത് എവിടെ പോയി കിടക്കുന്നു? വിളിച്ചെടുക്കത്തൂല. സിദ്ധു വരാം. പൊന്നളിയാ, എന്നാലും അത് ഭയങ്കര വിറ്റാപ്പ് കേട്ടോ. അളിയൻ തൂക്കി. അയ്യോ, രണ്ടും കൂടെ വരണം. വരവ് നോക്കിക്കേ, പാടി പാടി. എന്താ അത്? എല്ലാരും കയറണം. ഇപ്പുണ്ടല്ലോ കല്ലം കണ്ട തട്ടിയെന്നോണ്ട്. ഓ സൂപ്പറായിരുന്നു കേട്ടോ. അതെ, നിങ്ങളൊക്കെ ഫോൺ വിളിച്ചെടുത്തൂടി. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫോൺ വിളിച്ചേ. നീ പുറകിരിക്കുവല്ലായിരുന്നു. നിന്നെ ഞാൻ വിളിച്ചല്ലോ. എന്നെ വിളിച്ചാ? ആ. അയ്യോ, ഫോൺ സൈലന്റ് ആയിരുന്നു, അതുകൊണ്ട് കണ്ടില്ല. നീ എന്തിനാ വിളിച്ചേ? അല്ല, പോകുന്ന കാര്യം. എങ്ങോട്ട് പോകുന്നേ? ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞ കാര്യമൊക്കെ മറന്നാ? നീ എന്തോ പറഞ്ഞു? എടാ, ലേനെ കാണാൻ പോകുന്ന കാര്യം. ഏത് ലയ? എടാ, എന്റെ കൂടെ കോളേജിൽ പഠിച്ച എന്റെ ഫ്രണ്ട് ലയ. ആ ലയ, അങ്ങനെ കറക്റ്റ് പറ. ലച്ചൂസേ പോയിട്ട് പെട്ടെന്ന് പറഞ്ഞു കേട്ടോ. അല്ല, അപ്പൊ നീ വരുന്നില്ലേ? നീ നിന്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നത് ഞാൻ എന്തിനാ കൂടെ വരുന്നേ? എടാ, സത്യം പറഞ്ഞ അവക്ക് എന്നെ അല്ല കാണേണ്ടത്, നിന്നെയാണ് കാണേണ്ടത്. എന്തിന്? അത് വേണ്ട കേട്ടാ. അങ്ങനെ ഇപ്പൊ എന്റെ അളിയനെ കാണേണ്ട കാര്യമൊന്നുമില്ല. ആ കൂട്ടിട്ടം കട്ട് ചെയ്തേക്ക്. ഇതാ ഒന്ന് തന്നാണ്ടല്ലോ. എടാ സിദ്ധു, അതല്ല, നീ വരാത്തതിന്റെ പേരിലേ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയത് അവളാണ്. അപ്പൊ അവളുടെ മുമ്പിൽ എനിക്ക് നിന്നെ വലിച്ചെറി കൊടുക്കണം. അളിയ പോവല്ലേ, സത്യമായിട്ട് പോവല്ലേ? ആ എടാ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് കാണിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. എന്തരാണ് എല്ലാരെയും കൊണ്ട് കാണിച്ചു കൊടുക്കേ? അളിയ എന്തൊരു അഭ്യാസം പഠിച്ച വല്ല കുരങ്ങുവാടാ? അളിയാ, അത് വേണ്ട. വേണ്ട. സിദ്ധേ, 10 മിനിറ്റ് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. നമ്മൾ പോകുന്നു, അവളെ കാണുന്നു, നമ്മൾ തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് നാളെ പോവാം. മോനെ ഒന്ന് പോയിട്ട് വാ. അതല്ല മുമ്പേ, ഇന്ന് അളിയന്റെ കൂടെ മൊത്തത്തിൽ അടിച്ച് പൊളിച്ച് നല്ല ക്ഷീണത്തില്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തു എന്നിട്ട് നമുക്ക് പോയിട്ട് വരാലോ. 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് പോണേ? പോയേച്ച് എവിടുന്ന് ഇങ്ങനെ? അപ്പൊ ഈ അളിയന്റെ കൂടെ പുറത്ത് പോണതിന് ക്ഷീണമൊന്നുമില്ല? അത് പുറത്തു പോയി വന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ ക്ഷീണം. അതെ, ഞങ്ങൾ അളിയന്റെ തമ്മിലുള്ള കാര്യം ചേച്ചി ഇടപെടാൻ വരല്ലേ കേട്ടാ. അളിയാ, ഞാൻ പോയി 10 മിനിറ്റ് കിടക്കട്ടെ കേട്ടാ. ഓക്കെ, ഞാൻ കാത്തിരിക്കും. എന്തിനെങ്കിലും നമുക്ക് പോവാ. സിദ്ധു, എടാ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാടാ. അല്ലെങ്കിൽ അവള് വിചാരിക്കും നീ ഇതുവരെ ഗൾഫിൽ നിന്ന് വന്നിട്ടില്ല എന്ന്. ഞാൻ നിന്നെ പറ്റി അത്രയും ഡയലോഗൊക്കെയാണ് അടിച്ചു വെച്ചേക്കണേ. മാസ് ഡയലോഗ് ആണോ പറഞ്ഞേക്കുന്നത്? അത്യാവശ്യം മാസ് ഡയലോഗാ പറഞ്ഞേക്കണേ. മാസ് ഡയലോഗ് ആണെങ്കിൽ സൺഗ്ലാസ് ഒക്കെ വെച്ചുകൊണ്ട് നാളെ പോയി ഷോ കാണിക്കാം. ഷോ അതേതാ, ലേറ്റാ പോണാലും ലേറ്റസ്റ്റാ പോലാം. ഇന്നേ ക്ഷീണം. അളിയാ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇന്നലെ അയാളുടെ മുമ്പിൽ നാണെങ്കിലും. മക്കളെ, വെയിലൊക്കെ കൊണ്ട് ക്ഷീണിച്ചു വന്നല്ലയോ, നാളെ പോവാം. പിന്നെ വെയില് കൊള്ളാൻ അവര് മരുഭൂമിയിൽ പഠിക്കാണല്ലോ പോയത്. അല്ല, ശരിക്കും അവൻ എവിടെ പോയതായിരുന്നു? ആ, എനിക്കറിയാൻ പാടില്ല. അളിയനും കൂടെ പോയതാ. അളിയനും വന്നിരിക്കുന്നു. മക്കളെ, അങ്ങനൊന്നും പറയല്ലേ. അവര് തമ്മിലേ നല്ല സ്നേഹത്തിലാ. ഇങ്ങനെയുള്ള അളിയന്മാരെ കിട്ടണമെങ്കിലേ പുണ്യം ചെയ്യണം, പുണ്യം. லிச்சு, நான் சொல்லி கேட்டிருக்கேன். இந்த போன ஜென்மத்துல திக் ஃப்ரெண்ட்ஸா இருப்பாங்கல்ல, அவங்க தான் இந்த ஜென்மத்துல அழியமாறா வரும்னு. ആരാ പറഞ്ഞേ? நம்ம முத்துக்குமரன் அண்ணா. ശരി, അടുക്കളയിൽ വല്ല ഇതുണ്ടെങ്കിൽ അങ്ങോട്ട് വെക്കും. കഷ്ടമാണെന്ന് ആലോചിക്കണത്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. നേരത്തെ ചേച്ചി എവിടെ പോവാന്ന് ചോദിച്ചപ്പോ സിദ്ധോളേൻ എന്തായാലും പറഞ്ഞോ? പക്ഷെ കേശുവേട്ട നന്നായിട്ട് അറിയാം എവിടെ പോയതാണ്. ചേച്ചിക്ക് ഇപ്പൊ പുറത്തോട്ട് പോണെന്ന് പറഞ്ഞപ്പോ ആളെയും കൂടെ വന്നാ? ഇല്ലല്ലോ. ഇപ്പൊ കേശുവേട്ടൻ എങ്ങാനും പുറത്തു പോണോന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ആളെയും കൂടെ പോയേനെ. അളിയന് ചേച്ചിയേക്കാളും ഇഷ്ടം കൂടുതൽ കേശുവേട്ടനോടാ. പിന്നെ സിത്തുന് എന്നെക്കാളും ഇഷ്ടം കേശുവിനോടാ. ഫുഡ് എവിടെ? കൊണ്ടുവരുമല്ലയോ? എന്തിനാ കിടന്നിങ്ങനെ വിളിച്ചു പോകുന്നേ? കാണാനില്ലല്ലോ. അളിയോ, ഞാൻ ഇരുന്നേട്ടാ. എന്താണ് അളിയാ ഈ സമയത്തൊരു ഭക്ഷണം കഴിപ്പ്? അത് പിന്നെ എനിക്ക് എല്ലാ ദിവസവും ഉള്ളൊരു ശീലമാണ് അളിയാ. രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ഫുഡ് കഴിക്കും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ ഇതുപോലെ. ഓഹോ, അളിയല്ലേ? അല്ലടാ അളിയ, ഞാൻ രാവിലെ കഴിച്ചല്ലേ. ഞാൻ രാവിലെ കഴിച്ചതാണ്. ഇരി അളിയാ, ഇരിക്കണോ? ഇരി അങ്ങോട്ട് ഒരെണ്ണം കഴിക്കുക.
അളിയൻ നിർബന്ധിക്കുമ്പോ പിന്നെ എങ്ങനെ പറ്റത്തില്ലെന്ന് പറയുന്നത് ആ, അമ്മൂമ്മ. ഒരെണ്ണം മതി, ഒറ്റ ഒരെണ്ണം മതി. ഇല്ല, അമ്മൂമ്മ ഇടണ്ട. ബാ, 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 അങ്ങ് ബാ, 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 ബാ. ഇങ്ങട് ഞാൻ വിളമ്പി കൊടുക്കാൻ എന്റെ അളിയന്. അളിയ ഒരെണ്ണം മതി, ഒരെണ്ണം ഒന്ന് മതി. കഴിയട്ടെ. ഒരെണ്ണം മതി അളിയ. ആ, സ്നേഹത്തോടെ തരുമോ? വേണ്ടെന്ന് പറയല്. എന്റെ കാല്. നല്ല കിടക്ക തക്കാളി ചട്നിയാണോ ഇത്? ചട്ടയാണ്. അയ്യോ അളിയ, ഞാൻ ചട്നി കഴിക്കത്തില്ല. ചട്നി എനിക്ക് വർക്കല്ല. അയ്യോ അതെന്തിരി? എന്തോ അതിന്റെ ടേസ്റ്റ് എനിക്ക് പറ്റത്തില്ല. ആണോ? സാമ്പാറല്ല. അയ്യോ സാമ്പാർ തീർന്നു പോയി മോനെ. അയ്യോ അടാ അളിയ, അങ്ങനെയാണ് പാടാ. അളി ഈ ചട്നി കഴിച്ചിട്ടുണ്ടോ? ഈ ചട്നി എന്ന് പറഞ്ഞാ? അമ്മൂമ്മ ഉണ്ടാക്കണ ചട്നി ഇല്ല, അമ്മൂമ്മ ഉണ്ടാക്കുന്ന ചട്നി കഴിച്ചിട്ടില്ല. കഴിച്ചിട്ടില്ലല്ലോ. ആ അളിയ അതിനെ കഴിച്ചു നോക്ക്. അളിയ കഴിച്ചു നോക്കിയിട്ട് പറ. ശരിക്കും അളിയ നല്ല സ്പെഷ്യൽ അമ്മൂമ്മയുടെ കിടുക്ക് ചട്നിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ വെറൈറ്റി ട്രൈ ചെയ്ത് നോക്ക്. നീ പറഞ്ഞ പിന്നെ കേട്ടല്ലേ പറ്റത്തുള്ളൂ. സൂപ്പറാ. അതാണ് കണ്ട കഴിയളി അങ്ങോട്ട്. എന്നാ അങ്ങോട്ട് ചട്നി കഴിയളി. ആഹാ, രണ്ടുപേരും കൂടെ പിന്നെയും കഴിക്കേ. ഓ ചേച്ചി ചേച്ചി ബാ കഴിയാം. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ കഴിക്കാനേ ആർത്തിയില്ല. ഓ അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ആർത്തിയെന്ന്. രണ്ടുപേരും ഞാൻ ഉദ്ദേശിച്ചില്ല, ഞാൻ നിന്നെയാണ് ഉദ്ദേശിച്ചത്. ഇതെന്താ പ്ലേറ്റിലെ ചട്നിയൊക്കെ? അപ്പൊ ചട്നി കൂട്ടില്ല എന്നൊക്കെ പറഞ്ഞത് എന്റെ അടുത്ത് കള്ളം പറഞ്ഞതാണല്ലേ? ലച്ചു, കുറച്ചു മുമ്പ് വരെ ഞാൻ കഴിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ കഴിച്ചു. ലച്ചു ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുമ്പം ഒരാളെ സ്നേഹത്തോടെ നിർബന്ധിച്ച് തന്നാലേ എനിക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്റെ അളിയൻ സ്നേഹത്തോടെ നിർബന്ധിച്ച് എനിക്ക് തന്നു, ഞാൻ കഴിച്ചു. സൂപ്പർ സാധനം. ഓ അങ്ങനെ. അല്ല, നിനക്ക് ആട്ടുംകാട്ടത്തിന്റെ ടേസ്റ്റ് അറിയോ? അളിയൻ സ്നേഹത്തോടെ കുറച്ച് ആട്ടുംകാട്ടം കൊണ്ടുവന്ന് തന്നാ നീ അത് കഴിക്കൂ? കാര്യമാക്കണ്ടേ സിനിമ ഡയലോഗ്. ചേച്ചി ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മള് ഒരാളോട് നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടെങ്കിൽ ആളത് വേണ്ട എന്ന് പറഞ്ഞാലും നമ്മൾ അവരെ കൊണ്ട് സ്നേഹത്തോടെ കഴിപ്പിക്കണം. അല്ലാതെ വേണ്ടെന്ന് പറയുമ്പോ തന്നെ എന്നാ പിന്നെ നീ തിന്നണ്ടെന്നുള്ള രീതിയിൽ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കഴിക്കില്ല അവര്. നമ്മളിതാ ഇതേപോലെ അളിയാ കഴിയളിയ അപ്പൊ നോയ്യ. ഓ അപ്പൊ ഇതുപോലെ സ്നേഹത്തോടെ കൊടുക്കണോ അല്ലേ? സ്നേഹത്തോടെ കൊടുക്കണം. ഞാനേ സ്നേഹത്തോടെ വന്നതാ, കഴിക്ക്. ഇതാ മോനെ സ്വഭാവം. ഇവിടെ ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എന്റെ പൊന്നളിയ, നമ്മൾ അളിയന്റെ അടുത്ത് വിളിച്ച് പറയണില്ലെന്നേ ഉള്ളൂ. ഇവിടെ നമ്മളോട് അനുഭവിക്കുക. അല്ലടാ, എന്നാൽ അവളിപ്പോ ഇങ്ങനെ വഴക്കുണ്ടാക്കാൻ കാര്യം എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് മിക്കവാറും അളിയന്റെ അടുത്ത് മറ്റേ ഏതോ ഫ്രണ്ടിന്റെ വീട്ടിൽ പോണെന്ന് പറഞ്ഞിട്ട് പോയില്ലല്ലോ. ആ ലയ, അതിന്റെ പ്രശ്നമായിരിക്കും. എന്തായാലും നിങ്ങൾ കഴിക്കുക കേട്ടോ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓ മുമ്മ ചമ്മന്തി ഭയങ്കരമായിട്ട് കൂടിപ്പോയല്ലേ? ഇല്ല ഒരു മിനിറ്റ്, ഞാൻ ഇഡ്ഡലിയ. ഈ ചമ്മന്തി കഴിക്കുമ്പോഴേ നമ്മൾ ഫസ്റ്റ് ഇഡ്ഡലി ഇങ്ങനെ ഇട്ട് നന്നായിട്ട് കുഴക്കണം. അങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് കുഴക്കുമ്പോഴത്തേന് ഒരു സാധനം അങ്ങോട്ട് വരും. അതെടുത്തിട്ട് ഇങ്ങനെ കണ്ടോ, നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യം ഇങ്ങനെ രണ്ട് അളിയന്മാരെ കിട്ടിയത്. അയ്യോ ഞാൻ അടിച്ചുതരാം. കഴിക്ക്. എന്താടാ വെള്ളം വേണോ? കുടിക്ക്. പീഡനം സത്യം പറയല്ല, കൊടും പീഡനം, ഗാർഹിക പീഡനമാണ് ഇവിടെ നടക്കുന്നത്. അറിയുള്ളതിനെ എന്റെ പൊന്നളിയെ ഓക്കെ അല്ല. എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റും? കേട്ടോ, തൊണ്ട കുഴിയാപ്പിച്ചോയെങ്കില പറയാൻ പറ്റില്ല. ചിലപ്പോ തിരിച്ചു വന്നിട്ട് വല്ലവരും തലക്കടിക്കും. അത്രയും ദ്രോഹമാണ് ഇവിടെ. വേറെ കൊടിയ പീഡനമാണ് ഞാനിവിടെ അനുഭവിക്കണം. കുഴപ്പമില്ല, നീ ഇപ്പൊ ഒരു ഇഡ്ഡലിയും കൂടെ കഴിക്കും. ജ്യൂസ് അടിക്കുകയാണോ? എന്താ ജ്യൂസ്? വാട്ടർമെലൺ ജ്യൂസ്. എന്റെ ഫേവറേറ്റ് ആണ്. കേശുവളിന്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞു, അതാ ജ്യൂസ് അടിച്ചത്. കേശുവളിന് പിന്നെ എന്താ ഫേവറേറ്റ് അല്ലാത്ത? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നീ കേശുവളിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ കളിയാക്കിയാ പറഞ്ഞത്. അത് അത്ര വേണ്ട കേട്ടോ, എനിക്ക് വല്ലാണ്ട് ഫീൽ ആവുന്നു. എന്നാ പിന്നെ
ഈ ഒരു ഗ്ലാസ്. ഞാൻ നിക്ക്. ഒരു സെക്കൻഡ്. അപ്പൊ എന്റെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ സ്നേഹമില്ലാണ്ടിരിക്കും. അളിയൻ വീട്ടിൽ ഇരിക്കുക, അളിയന് കൊടുക്കാനുള്ള. അളിയന് കൊടുക്കാനുള്ളതാണ്. സിധു, ഞാൻ ഫ്രീ ആയിട്ട് ഒരു ഉപദേശം തരട്ടെ. ഓക്കെ. ഒരാള് നന്നാവാനേ അയാള് വിചാരിച്ചാ മതി. പക്ഷെ ഒരാള് മോശമാവാൻ അങ്ങനെ ആവണം എന്നില്ല. മനസ്സിലായില്ല? എടാ, ഒരാള് ചീത്തയാവാനേ അയാളുടെ കൂട്ടുകെട്ട് മതിയെന്ന്. എനിക്ക് കത്തിയില്ല. ഫോർ എക്സാമ്പിൾ, ഓക്കെ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആതിര. ആ, അവളുടെ ഹസ്ബൻഡ് കല്യാണത്തിന് മുന്നേ വെള്ളമടി, സിഗരറ്റ് വലി, ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല. പക്ഷെ കല്യാണത്തിന് ശേഷം എല്ലാം തുടങ്ങി. ആതിരയുടെ കയ്യിലിരിപ്പ് ഉണ്ടാവും അല്ലേ? ആതിരയുടെ കയ്യിരിപ്പ് കൊണ്ടല്ല, പിന്നെ ആതിരയുടെ അനിയന്റെ കയ്യിരിപ്പ് കൊണ്ട്. ഓ, ആതിരയുടെ അനിയന്റെ ഒപ്പം കൂടിയതിനു ശേഷേ ഇയാള് വെള്ളമടി, സിഗരറ്റ് വലി ഇല്ലാത്ത അലമ്പൊന്നുമില്ല, എല്ലാം തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീയും കൂടെ ഒന്ന് സൂക്ഷിക്കുന്നത് വളരെ നല്ലതായി. അതിന് ആതിരയുടെ അനിയനായിട്ട് ഞാൻ കമ്പനി ഇല്ലല്ലോ. പക്ഷെ എന്റെ അനിയനായിട്ട് കമ്പനി ഉണ്ടല്ലോ. കള്ളുടി സുഡിലേക്ക് ഉണ്ടോ? എന്തേ വലിക്കാൻ പോടോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചേ. ഒന്ന് സൂക്ഷിച്ചാ കൊള്ളാം, കൂട്ടുകൂടി ചീത്തയാവരുത്, അത്രേ ഉള്ളൂ. ഓ, അങ്ങനെ. അങ്ങനെ. നിന്റെ അനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അളിയൻ, എന്റെ സ്വന്തം അനിയൻ. വെറുതെ അവനെ കുറിച്ച് ഇങ്ങനെ മോശം പറയല്ലേ. അവനെ അവിടെ വാട്ടർമെലൻ ജ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. ഞാൻ ചെന്ന് കൊടുത്തിട്ട് വരാം. ലച്ചൂസിന് ജ്യൂസ് വേണമെങ്കിൽ ആ തണ്ണിമത്തനില്ലേ, അതെടുത്ത് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ച് കുടിച്ചോ. അഥവാ വേണ്ടെങ്കിൽ അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചേക്കണം. ചിലപ്പോ കേശുവളിനെ കുറച്ച് കഴിഞ്ഞിട്ട് ജ്യൂസ് വേണ്ടി വരും. അളിയാ, പിന്നെ എന്തിനാണ് എന്നെ കെട്ടിയത്? അളിയനങ്ങ് കെട്ടിയാ പോരെ. ഞാൻ വിചാരിച്ച അന്നത്തോടെ പോകുന്നു. ഇല്ലടാ അളിയാ, നീ കഴിവുള്ളവനല്ലേ, രക്ഷപ്പെടാൻ അറിയാം. കുടിക്കി അളിയാ, ആരും പൊളിച്ചു കേട്ടാ. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി തരാം. അത് മതി. അളിയാ, അളിയാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അളിയൻ പറയലയോ? അളിയനെ എനിക്ക് അളിയനായിട്ട് കിട്ടിയത് എന്റെ ജീവിതത്തിലെ മഹാഭാഗ്യം അളിയാ. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഞാൻ ആരാ മുതല്? അല്ല അല്ല, അപ്പൊ ലച്ചു ചേച്ചിയോ? ലച്ചു ചേച്ചിയാ. അളിയനെ എനിക്ക് അളിയനായിട്ട് കിട്ടിയതുകൊണ്ട് കൂടെ കിട്ടിയ ബോണസ് അടേ. ചേച്ചി, ഈ ബോണസ് എന്തുവാ? തനിക്കിന്റെ ബോണസ് ആയിട്ട് കിട്ടിയതാണോ? ചേച്ചി എന്തിനാണ് ഇപ്പൊ എന്റെ അളിയനെ വന്നിങ്ങനെ തട്ടണത്? എന്തിനാണ്? ആ, എന്റെ പുന്നാളിയനെ അങ്ങനെ ചെയ്യല്ലോ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെ, എനിക്ക് ഇപ്പൊ അറിയണം, തനിക്ക് ഞാനാണോ വലുത് അതോ കേശുവാണോ വലുത്? അതില് സംശയം എന്തിരിക്കണ്? എന്റെ അളിയനെ ഞാൻ തന്നെയല്ലേ വലുത്. അങ്ങോട്ട് പറഞ്ഞു കൊടാളിയാ. ഞാനേ എന്റെ ലച്ചുവിനെ ഡിവോഴ്സ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാലും എന്റെ അളിയനെ ഞാൻ കളയത്തില്ല. എന്റെ ചക്കരയല്ലടാ നീ. വൃത്തികെട്ടവനെ. ആരെ പുറത്തോട്ടെന്ന് വെച്ചേ? ആരെ വിളിച്ചേ? എന്റെ അളിയനെ അങ്ങനെ വിളിക്കില്ല കേട്ടോ. ചേച്ചണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കും. എടാ ഓട്ടറാ ചീള് കേസ്. അല്ല പിന്നെ എന്റെ അളിയനെ വൃത്തിയോട്ടെന്ന് വിളിക്കണ? ചീള് കേസാ? ഞാനാ തന്നെ ചീള് കേസനെ ചേച്ചി ചുമ്മാ ഇങ്ങനെ പൊസസീവ് ആവില്ലേ. പ്ലീസ് ഗെറ്റ് ലോസ്റ്റ് മിസ് ലച്ചു. പോസസീവ് അല്ലേ? അളിയന് ഇഷ്ടപ്പെട്ട ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്നു, അളിയന് ഇഷ്ടപ്പെട്ട ഷർട്ട് ഇടുന്നു, ഇഷ്ടമല്ലാത്ത ഭക്ഷണം അളിയൻ പറഞ്ഞതിന്റെ പേരിൽ ഇഷ്ടപ്പെട്ടത് കഴിക്കുന്നു. അതെ, അങ്ങനെയൊക്കെ കഴിക്കും. എന്താ അവിടെ പ്രശ്നം? പ്രശ്നോ? സിദ്ധു പറയാ സിദ്ധുവിന് എന്നെ ബോണസ് ആയിട്ട് കിട്ടിയതാന്ന്. போனஸா? அப்படின்னா அப்படின்னா കേശു അളിയനെ കിട്ടിയപ്പോഴത്തേക്ക് എന്നെ ഫ്രീ ആയിട്ട് കിട്ടിയതാന്ന് ബോണസ്. ലച്ചേച്ചി പറഞ്ഞൊന്നും അല്ല കാര്യം. സിദ്ധുളേനും കേശവനും തമ്മിൽ ഭയങ്കര കൂട്ടാണല്ലോ. അപ്പൊ ലച്ചേച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ പൊസസീവ്നെസ് അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നില്ലയോ? മരുന്ന് കഴിക്കുമ്പോ മാറുകയും ചെയ്യുന്നുണ്ട്. അമ്മൂമ്മ, അത് മൈഗ്രെയിൻ, ഇത് പൊസസീവ്നെസ് എന്ന് വെച്ചാല് അളിയൻ ചേച്ചിയുടേത് മാത്രമാണ് എന്നൊരു ചിന്ത. ഇതൊക്കെ ഭയങ്കര മോശം കേട്ടോ. മോളെ, സിദ്ധുവിന് വേറെ ആരും ഇവിടെ കൂട്ടുകാരില്ലല്ലോ. നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? എന്നാ പിന്നെ ഇവിടെ കൂട്ടും കൂടി അങ്ങ് ഇരുന്നോട്ടെ, എനിക്കെന്താ? നിങ്ങളിത് കാര്യമായിട്ട് എടുക്കുന്നു. ഇതൊക്കെ ചുമ്മാ രസം. എന്തിനാ മോനെ വെറുതെ അവളെ വഴക്കുണ്ടാക്കിക്കുന്നേ? നല്ലൊരു ഫൺ. പിന്നെ
ചേച്ചി പോട്ടളേ, നമുക്ക് ഇവിടെ ഇരുന്ന് കാര്യം പറയാം. ആ എന്നിട്ട് മെർലിന്റെ അത് പതൊക്കെ പറയാം കൊണ്ട് അതെല്ലാം കേട്ടോണ്ട് വരും. മെർലിന്റെ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോഴായിരുന്നു ശരിക്കുള്ള സീന്. ഒന്ന വാക്കിന് ചേച്ചി കാരണം പൊത്തി ഒരെണ്ണം തന്നു. ടോട്ടൽ മൊത്തത്തിൽ ലച്ചുവിന്റെ വയലൻസ് അല്ലേ? തന്നെ 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 ഒന്നുമില്ല മേഡം. കള്ളക്കളി പറ്റത്തില്ല. 6 വീണിട്ടുണ്ട്. ആ തന്നെ ശരി അമ്മ 6 പാമ്പിന്റെ എന്തൊരു പരിപാടി ഇത്? ബോർഡ് എനിക്കാണെങ്കിൽ ഇത്ര നേരം 1-3 മാത്രം. അതൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ ജയിച്ചു. അങ്ങനെ ജയിച്ചു നീക്ക്. അങ്ങനെ ഇപ്പൊ ജയിച്ചോല്ലോ, നമുക്ക് നോക്കാമല്ലോ. ദൈവമേ, അടുത്തതും 6 വീണ് കളി ക്യാൻസൽ ആയി പോണേ. 1 2 3 4 5 നോക്കിക്കോ അളയ എത്ര 6 കഷ്ടപ്പെടുവല്ലായിരുന്ന. അടുത്ത അടിക്ക് നോക്ക്. 1 2 കിട്ടിയാ ഞാൻ ദേ ഇവിടെ ഇരിക്കും. എങ്ങനെ 6 കണ്ടാ? എനിക്ക് 6 വീഴും. 1 2 3 4 5 കഴിഞ്ഞാ ഇതോട്ടെ. നോക്കിക്കോളോ. 99ന്റെ പാമ്പ് വീഴും ഇവിടെ വന്ന് കിടക്കും. നോക്കിക്കോ. അപ്പൊ വീഴും 99ലെ പാമ്പേ. അങ്ങനെ പൂർണ്ണമായിട്ട് ജയിച്ചിട്ടില്ല. 2-2 ആയിട്ടുള്ളൂ. ഞാൻ 2 ജയിച്ചു, ആള് 2 ജയിച്ച്. ഇനി അടുത്തൊരു കളിയുണ്ട്, നോക്കിക്കോ. അത് ഞാൻ ജയിക്കും. പരമ്പര ഞാൻ സ്വന്തമാക്കാം. ചേട്ടാ അടുത്ത കളി ഞാനും ഉണ്ടേ. കളിക്കാൻ പോ. എങ്ങോട്ടാ? കളിക്കാൻ സമയായി. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കപ്പോ. ചേട്ടാ പ്ലീസ്. എന്തൊരു പ്ലീസ്? എടി എടി എടി, ഇവിടെ ശക്തരായ 2 രാജ്യങ്ങൾ തമ്മിലുള്ള കളിയാണ് നടക്കുന്നത്. യുദ്ധമാണ്, യുദ്ധം. അതിന്റെ ഇടയ്ക്ക് നിന്നെ പോലെ പീക്കി രാജ്യത്തിന്റെ ആവശ്യമില്ല. രാജു? കേരള രാജു, ദുബായ് രാജു. കേരള രാജുവേ, നീ എപ്പോഴാ പഠിക്കാൻ തുടങ്ങി? എങ്ങനെ തുടങ്ങാം? തുടങ്ങളി അങ്ങോട്ട്. ഉറങ്ങാറായില്ലേ? ആകെ പിന്നെ ഒന്നാണ് ഉറങ്ങാൻ. ചേച്ചി ഒന്ന് പോയ ചേച്ചി. അതിന് നിന്റെ അടുത്ത് ആരോ ചോദിച്ചേ? ഞാനും കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്ന് കിടന്നോളാന്നു. അതിന് താനേതാ? താൻ പോടോ അവിടുന്ന്. ചേച്ചി എന്റെ അളിയന് താൻ പോടൂ ഒന്നും വിളിക്കില്ല കേട്ടോ. അവളെ കാര്യം പറഞ്ഞേക്കാം. ഞാൻ ആ കൊച്ചിന്റെ അടുത്ത് ചോദിച്ചേ, നിനക്ക് ഉറങ്ങാറായില്ലേ? ചേച്ചി ഇപ്പൊ 2 രാജ്യമായിട്ടൊരു യുദ്ധം നടക്കുക. അത് കഴിഞ്ഞിട്ട് വന്നായിരുന്നു ഉറങ്ങാം. അവളുടെ ഒരു യുദ്ധം. പോയി കിടന്ന് ഉറങ്ങോച്ചേ. പോടുന്ന്. സിദ്ധു സാർ ഉറങ്ങാൻ വരുന്നില്ലാവോ? ഇത് ഫൈനൽ കഴിഞ്ഞിട്ട് ഉറങ്ങാം. ഫൈനല് കഴിഞ്ഞിട്ട് അളിയൻ വന്ന് ഉറങ്ങുമെന്നൊന്നും എനിക്ക് അറിഞ്ഞില്ല. എന്നാലും കരഞ്ഞോണ്ട് വരും. പരമ്പര തോറ്റേന്ന് പറഞ്ഞോണ്ട്. അത് നമുക്ക് കാടളിയാ. ശരി ശരി, അളിയൻ തുടങ്ങളിയ. 2 2 1 2. അവിടെ നില്ലിപ്പ ഞാൻ കാണിച്ചു തരാം. ഞാന് ഒറ്റയടിക്ക് 6 മേളിൽ ചെല്ലുന്നു. അവിടെ 6 1 2 3 4 5 6 7 മേളില്ലു. ശരിക്കും വയ്യെന്ന് കോട്ട. വേണ്ട വേണ്ട, കള്ളക്കളി കളിക്കല്ലേ? എവിടെ 4 1 2 3 4 ജയിച്ചല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? കയ്യിൽ നിന്ന് മുങ്ങാൻ നോക്കണ്ട. ഒരു ഫുള്ള് കുളിമന്തി. കുഴിമന്തി നാളെ മേടിച്ചരണം. ഉറപ്പായിട്ട് മേടിച്ചു. ഡീലാണ്. മാക്ക് മാറ്റി പറയല്ലേ? അത് മതി. എടാ ഇനിയിപ്പോ കളിക്കണ്ട. രാത്രിയല്ലേ, നല്ല ഉറക്കം വരുന്നു. ഉറങ്ങാം. കിടക്കാം. മൊബൈൽ ഇങ്ങെടുത്തു. ഞാൻ എന്റെ മണ്ടയ്ക്ക് എറിഞ്ഞു വന്നു. ഇവിടെ കൊണ്ടല്ലേ വെച്ചേ? ഉടനെ വെച്ചേ? ചിലപ്പോ ആത്ത് വല്ല കുത്തിയിട്ടിട്ടുണ്ടാവും. എന്നാലും പാറിന്റെ ബോർഡ് ഉള്ളതുകൊണ്ട് കുറച്ച് ഉപകാരങ്ങളുണ്ട്. ഇതേപോലെ ലോക്കാണല്ലോടാ. പരിപാടി
ലച്ചേച്ചി ലച്ചുവേ. ചേച്ചി കണ്ടില്ലേ നമ്മളെ പുറത്തുനിന്ന് വിളിക്കണേ? അതെ. ചേച്ചി ലച്ചുസേ. ലച്ചേച്ചി ലച്ചൂസ്. ലച്ചുവേ. ലച്ചേച്ചി ലച്ചൂസ്. ഇവിടെ കിടന്ന് ബഹളം വെക്കാൻ പറ്റില്ല, ഇവിടെ ഉള്ളവർക്കൊക്കെ കിടന്ന് ഉറങ്ങണം. കഥ പറയേച്ചി, കഥ പറയേച്ചി. ലച്ചു വാതിൽ തുറക്ക്. നിനക്കെന്നെ ബോണസ് ആയിട്ട് കിട്ടിയതാണല്ലേ? അയ്യോ ലച്ചു മോളെ, അത് ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതല്ലായിരുന്നോ? ആണോ? പക്ഷെ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തേ. സീരിയസ് ആയിട്ട് എടുത്തത്. ചേച്ചി എങ്ങനെയാ ചില സമയം ഭയങ്കര സീരിയസാ. ലച്ചേച്ചി ഓ, ഇതിപ്പോ പ്രശ്നം നിങ്ങൾ രണ്ടുപേരും തമ്മിലാണല്ലോ. അതിപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഡോർ തുറന്നിട്ട് അകത്ത് സമാധാനമായിട്ട് ഇരുന്ന് സംസാരിക്കും. ഡോർ തുറക്ക്. ഡോറ് തുറക്കൂല. രണ്ടെണ്ണം കൂടെ രാവിലെ എന്നെ അതിന് മാത്രം ഇൻസൾട്ട് ചെയ്തായിരുന്നു. ലച്ചു 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 പ്ലീസ് 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 നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. വാ ഒന്ന് കഥ തുറക്ക് പ്ലീസ്. കോംപ്രമൈസോ? കോംപ്രമൈസ് നമുക്ക് നാളെ രാവിലെ ചെയ്യാം. അത് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. തൽക്കാലം മക്കൾ ഒരു കാര്യം ചെയ്യും. കൊതുകിന്റെ കുത്തൊക്കെ കൊണ്ട് അളിയനും അളിയനും പുറത്തങ്ങ് കിടന്ന് ഉറങ്ങിയാ മതി. അയ്യോ ചേച്ചി ചേച്ചി ചുമ്മാ ചതിക്കല്ലേ ചേച്ചി, അല്ല പുണ്യ ചേച്ചി. ഡോർ തുറന്ന ചേച്ചി. ചേച്ചി നടക്കൂല കേശുവേ. എന്റെ പുന്നാര ചേച്ചിയില്ല, അളയിന്ന് പിടിച്ചോളേ, പിടിച്ചേ. ലച്ചു ലച്ചു ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ തമാശ ഞാൻ പറഞ്ഞു. അളയിങ് മാറിങ്ങോട്ട്. ചേച്ചി ഞാൻ ചേച്ചിയുടെ ആരാണ്? ആരാ? ആരാ? അനിയൻ. എന്നാലേ നീ അവന്റെ അളിയനാ, അത് ഓർമ്മ വേണം. സൈഡിൽ നിന്നപ്പോഴേ ഞാൻ ഓർത്ത് ചേച്ചി ആ ഡോറും തുറച്ചു പ്ലീസ് ചേച്ചി, നമ്മൾ ഒന്നകത്ത് കിടന്നോട്ടെ ചേച്ചി. ചേച്ചി ചേച്ചി കൊതു ചേച്ചി, ഭയങ്കര കൊതുകാണ്, ഡെങ്കി ഉള്ളതാണ്, മലേറിയ ഡെങ്കി കൊതുക്. ഇത് പടി. കുങ്കുമോ? സിന്ദൂരം. നീയേ ഇതാ കേശുവിന്റെ ഇവിടെ അങ്ങ് ചാർത്തിക്കോ. നാളെ രാവിലെ ഞാൻ താലി മേടിച്ചു തരാം. ഏതെങ്കിലും അമ്പലത്തിൽ പോയി അങ്ങ് കെട്ടിയാ മതി. എന്നിട്ട് എന്നെ അങ്ങോട്ട് ഒഴിവാക്ക. ഞാൻ പിന്നെ നിനക്ക് ബോണസ് ആയിട്ട് കിട്ടിയതാണല്ലോ. അയ്യോ ലച്ചു ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിന്നെ കല്യാണം കഴിച്ച ശേഷമാണ് എന്റെ ജീവിതത്തിൽ അർത്ഥം വന്നത്. സത്യം. അർത്ഥമൊക്കെ നമുക്ക് നാളെ രാവിലെ കണ്ടുപിടിക്കാം. അപ്പൊ ഭാര്യയ്ക്കും ഭർത്താവിനും ഗുഡ് നൈറ്റ്. ചേച്ചി ചേച്ചി മക്കളെ. ലച്ചു ചേച്ചി ലച്ചുസേ. ലച്ചേച്ചി ലച്ചേച്ചി. ലച്ചു ഞാൻ പിന്നെ സിന്ദൂരം കിട്ടോ? ആരാ? ചേച്ചി ചേച്ചി ചേച്ചി. എന്തിന്റെ കേടായിരുന്നു? അതാ ഞാനും അല്ലെങ്കിൽ എന്തിന്റെ കേടായിരുന്നു. അളിയ കയ്യിലാണെ 10ന്റെ പൈസ ഇല്ല, പൈസ എല്ലാം അകത്താ ഇരിക്കുന്നത്. ഫോണെങ്കിലും ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും റൂം എടുത്ത് താമസിച്ചിട്ട് നാളെ രാവിലെ ഇങ്ങ് വന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോ എന്തോ ചെയ്യും? അല്ലയാ എന്റെ ചേച്ചി ബുദ്ധിമതിയാണ്, ബുദ്ധിമതി. ഫുൾ മാസ്റ്റർ പ്ലാൻ. ഇനിയിപ്പം എന്ത് ചെയ്യും? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പാവിരിക്കുക, കൊതുകടിയും കൊണ്ട് ഇവിടെ എവിടെങ്കിലും കിടക്കുക. എന്നല്ല പിന്നെ എടാ എളിയ അങ്ങോട്ട് ചൊറിയാൻ പോകുമ്പോ ആലോചിക്കണമായിരുന്നു. കിടക്കല്ലേ? കേട എളിയ അങ്ങോട്ട് ചുമ്മാ. അയ്യോ അളിയോ ഓ അളിയോ, പറ എളിയാ. പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ? പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ? പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ? തരില്ല അളിയാ. പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരില്ല അളിയ. ഓ പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരില്ല അളിയ. പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ? പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ പെങ്ങളെ കിട്ടിയ സ്ത്രീധന തുക തരുമോ അളിയ? LG കായം ഇപ്പോൾ 20% മോർ കായം എന്നാൽ കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും.